മുല്ലപ്പെരിയാർ. ഒന്നാമതെ ഇവിടെ ചെറിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോ ഇത്രയും എനിക്ക് അതൊന്നും ആലോചിക്കാൻ പോലും വയ്യ, പേടിയാവണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഭീതി പരത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കേസാവും. അതുകൊണ്ട് നോ നോ നോ. ഞാൻ സത്യം പറയട്ടെ, എനിക്ക് ഇതിനെയൊക്കെ കയ്യിലെടുക്കാൻ ഭയങ്കര പേടിയാ. ഞാൻ കണ്ടില്ല, എന്തൊരു തുറക്കം. ഇതാണ് വില്ലി, ഇത് വില്ലിയാണ്, ഇത് നമ്മുടെ ഫേസ് റിവീൽഡ്. അമ്മ കണ്ടും പോയി മയില്. അണ്ണാ അതുമല്ല മറ്റേ ലോഷനോ മാച്ചിലത് കാർത്തിക് ഇങ്ങനെ நடையுடை பாவனை மாற்றிவிட்டான் சாலை முனைகளில் துரித അവന്റെ ശബ്ദം പോലെ விட்டான் சாலை முனைகளில் துரித உணவுகள் வாங்கி உண்ணும் வாடிக்கை காட்டிவிட்டான் கூச்சம் கொண்ட தென்றலா இவளாயுள் நீண்ட வீணலா மாற்றிக்கொண்டேனே ஒரு மாலை இளவெயில் நேரம் அழகான இளைய സത്യം ദ വേ ഹി മാച്ചിൽ വിത്ത് കാർത്തിക് വിഷയം സത്യം നല്ല സിങ്ക് ഉണ്ട്. ഇവിടെ പറഞ്ഞാൽ നമുക്ക് പറ്റും. എന്താടാ നമുക്ക് ഇതുപോലെ ഡുവറ്റ് ചെയ്താലോ? ഇനി അടുത്ത ട്രെൻഡ് ആകുമ്പോൾ ഇതായിരിക്കും അണ്ണാ, കൊറേ അമ്മമാര് നാളെ കുപ്പി എടുത്ത് ഇറങ്ങും. നാളെ തൊട്ട് കൊറേ അമ്മമാര് കുപ്പി എടുത്ത് ഡോട്ടയൊക്കെ ഇട്ട് ഇറങ്ങും. ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത്. ഓൾറെഡി Guys, 14K zombies are here for our charity stream. Guys, എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. ആൻഡ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന എമൗണ്ട് ₹1 പ്ലീസ് ഗൈസ് ഡൊണേറ്റ് ഫോർ വയനാട് ലാൻഡ് സ്ലൈഡ് വിക്ടിംസ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാം എത്ര ഉണ്ട് ഇവിടെ അക്കൗണ്ട് നമ്പർ UPID എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് എമൗണ്ട് എത്രയാടാ? 2,50,000. 2,50,000. 2,50,000. ഒരു ക്ലാപ്പ് ഇട്ടേ. ഇവിടെ അല്ലേ, ഇതല്ലേ ക്ലാപ്പ്? ഇത് ക്ലാപ്പാണോ? ക്ലാപ്പാണോ കേൾക്കുന്നത് പറഞ്ഞേ? ക്ലാപ്പാണോ നിങ്ങൾക്ക് ഇപ്പൊ കേട്ടത്? അല്ലല്ല, ക്ലാപ്പ് സൗണ്ട് ആണോ നിങ്ങൾക്ക് അവിടെ കേട്ടത്? ലെറ്റ്സ് ഗോ ഗൈസ്. 2,50,000. ഒന്നും കേട്ടില്ല, ഒന്നും കേൾക്കുന്നില്ല. ഓ ഓക്കെ ഓക്കെ. അല്ലല്ലല്ല, ഞാൻ ഇവിടെ അല്ലടാ, ഞാൻ എന്റെ ഇന്റർഫേസിൽ പ്ലേ ചെയ്തതാണ്. ഇത് ക്ലാപ്പ് ആണോ നോക്കിയേ? ഇപ്പൊ കേക്കാവോ? ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ് അപ്പം ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, നമുക്ക് 3 ലക്ഷം ആക്കാൻ പറ്റും ഗൈസ്. കമോൺ, ഒരു 50,000 രൂപയുടെ മതി. നിങ്ങളെ കൊണ്ട് 10 രൂപയെങ്കിൽ 10 രൂപ. ഗൈസ് 14,100 പേരുണ്ട് ഇവിടെ. നിങ്ങളെല്ലാവരും ഒരു 10 രൂപ കൂടെ അയച്ചാൽ, നിങ്ങളെല്ലാവരും ഒരു 10 രൂപ അയച്ചാൽ തന്നെ 1,40,000 രൂപ. ഗൈസ് നിങ്ങളെല്ലാവരും ഒരു 10 രൂപ അയക്കും. 10 രൂപ പ്ലീസ്, ഒരു 10 രൂപ. ഞാൻ അത്ര ചോദിക്കുന്നുള്ളൂ, ഒരു 10 രൂപ അയക്കും. 10 രൂപ അയച്ചാൽ തന്നെ നമുക്ക് 3 ലക്ഷം ആക്കാം. എല്ലാവരും ഒരു 10 രൂപ പ്ലീസ്, റിക്വസ്റ്റ്. ഇവനെ സമ്മതിച്ചു കൊടുക്കണം. Emily Willis, Lana Rhodes, Violet Myers, Sky Bree, Jordy Young Nino, Zaina Marie, Eva Lovia, Sophie Rain, Autumn Falls, Brandy Love, Jordy Love, Mia Khalifa, Abella Danger. Yes, bro! 17 seconds PR, let's go!
അതില് എല്ലാരും അറിയണമെന്ന് പറഞ്ഞത് പോട്ടെ, നിനക്ക് ആ മിയ ഖലീഫേനെ പോലും അറിയൂടെ? അല്ല ഡേഞ്ചറിനെ അറിഞ്ഞൂടെ എബെല്ല ഡേഞ്ചർ ഇവരൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരൊക്കെ ഓജീസ് ആണ് guys, അതെ OGs. ഇവരൊക്കെ ഭയങ്കര ഓജീസാണ്. ഇവരൊക്കെ കുറെ നല്ല കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇത് മലപ്പുറമാണ്. ഞാൻ ഒരു സിമ്പിൾ കാര്യം പറയാം guys. ഇത് എങ്ങനെ എടുത്താലും ഒരു കുഴപ്പമില്ല. ഒരു സിമ്പിൾ കാര്യം പറയാം. മഴക്കാലം വരുമ്പോ ഓഫ് റോഡ് വണ്ടികൾ രക്ഷിക്കുന്നത് സ്ലോ മോഷനിൽ BGM ഇട്ടിട്ട് ഒരു കാര്യമില്ല നമ്മുടെ നാട്ടിൽ. അത് എന്ത് ചെയ്താലും ലീഗലൈസ് ചെയ്യാൻ പോണില്ല. ഈ മഴ കഴിഞ്ഞ് നാളെ MVD ആൾക്കാർക്ക് വെളിയിൽ ഇറങ്ങി നിൽക്കാൻ ഒരു അവസരം, വെയിലത്ത് അവസരം കിട്ടുന്ന സമയത്ത് അവർ വെളിയിൽ ഇറങ്ങിയിട്ട് ഇത് വീണ്ടും ഒഴിപ്പിക്കും. മനസ്സിലായോ? അല്ലാതെ വേറെ അതിൽ കൂടുതൽ വേറെ നമ്മുടെ നാട്ടിൽ ഇത് ലീഗലൈസ് ചെയ്യാൻ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ഒരാൾ തിങ്ക് ചെയ്യത്തില്ല. ഇത് മഴ കഴിഞ്ഞു, ആൾക്കാർ രക്ഷപ്പെട്ടു, ബാക്ക് ടു നോർമൽ ആയി കഴിഞ്ഞാൽ അവിടെ തീർന്നു. മോഡിഫൈഡ് വണ്ടി എല്ലാം അവിടെ തീർന്നു. ഈ ഓഫ് റോഡ് വണ്ടി, മോഡിഫൈഡ് വണ്ടി, അതെല്ലാം അവിടെ കഴിഞ്ഞു. അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഡിസ്കഷൻ ഇല്ല. ഇത് ലീഗലൈസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി ഒരു തീരുമാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാവൂല. മലയാളിയുടെ വെള്ളക്കെട്ടിൽ ആംബുലൻസ് നിൽക്കാൻ ഒരുങ്ങിയ ഭയത്തിൽ ആംബുലൻസിന് പിന്നാലെ ഓടിയ നാട്ടുകാർ. സത്യല്ലേ? അടാ ഇത് ഞാൻ പറയാം, നമ്മുടെ നാട്ടിലേ ഉള്ളൂടാ. നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ഉള്ളു ഇങ്ങനെ മോസ്റ്റ്ലി ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു എഫേർട്ട് എടുക്കണത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അങ്ങനെയാണ്. നമ്മള് എന്തൊക്കെ കാര്യത്തിൽ ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേരുണ്ടാവും. 30-40 കോടി വേറെ ഏതെങ്കിലും ഒരിടത്തായിരുന്നെങ്കിൽ ഈ പറയണത് പോലെ പുള്ളിയൊക്കെ ജയിലിൽ നിന്ന് ഇറക്കുക എന്നുള്ളൊരു കാര്യമൊന്നും ആരും ഇത്ര ഇനിഷ്യേറ്റീവ് എടുത്തൊന്നും ചെയ്യില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്. ആൾക്കാർക്ക് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അടിയൊക്കെ ഉണ്ടാക്കിയാലും എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിനെ നല്ല സെൻസിലെടുത്ത് രക്ഷിക്കുന്ന ഒരുപാട് പേര്, അല്ലെങ്കിൽ അതിന് മുന്നിട്ടിറങ്ങുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. ദ റിയൽ കേരള സ്റ്റോറി. അതെ, ഇതിനെപ്പറ്റി രണ്ടു വാക്ക്. ശരിയാണ്. ഗംഗാവലി പുഴയോരത്തൊരു മാമലയുടെ ഭാഗമൊന്നാകെ ചെത്തി വീണ പോലെ ടൺ കണക്കിനാണ് മണ്ണ് നീക്കി രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്ന് അറിയാമെങ്കിലും ആദ്യത്തെ 48 മണിക്കൂറുകൾ ആ സംവിധാനം കാണിച്ച അങ്ങേയറ്റത്തെ അനാസ്ഥ പ്രാർത്ഥനയുടെ ഈ മണിക്കൂറുകളും പറയാതെ പോകുന്നത് എങ്ങനെയാണ്? ആ കോഴിക്കോട്ടെ ഒരു വീടിന്റെ വേദന നാടിന്റെ വേദനയാകുമ്പോഴാണ് രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടപ്പോൾ മാത്രമാണ് ആ കല്ലിന് കാറ്റുപിടിച്ച സംവിധാനം അനക്കം വെച്ചത്. ഇന്നലെ ഉച്ചയ്ക്കാണ്. അപ്പോഴാ പ്രാണൻ മണ്ണിനടിയിൽപ്പെട്ട് മണിക്കൂറുകൾ 75. വൈകിയാണെങ്കിലും രക്ഷാപ്രവർത്തനം സജ്ജമായല്ലോ ദൈവമേ എന്ന് നെടുവേർപ്പിട്ടവർക്ക് മുന്നിൽ രാത്രി 9 ആകുമ്പോഴേക്കും ഉത്തര കന്നഡ സംവിധാനങ്ങൾ സർക്കാർ ജോലി കണക്കെ തെരച്ചിൽ നിർത്തി കടയും പൂട്ടി വീട്ടിൽ പോയിട്ട് റഡാർ സംവിധാനം തെരയാൻ തുടങ്ങിയത് 5-ാം നാൾ ഇന്ന് രാവിലെ 10:30. നമ്മുടെ ഒരു കൂടപ്പിറപ്പ് മണ്ണിനടിയിൽപ്പെട്ട് രാപ്പുകൾക്കിപ്പുറവും ഒരു സൂചനയും കിട്ടുന്നില്ലെങ്കിൽ കേന്ദ്ര കർണാടക സർക്കാരുകൾ നെഞ്ചിൽ കൈവച്ചെന്ന് പറയണം. ആ ഗംഗാവലി പുഴയോരത്ത് കാണാമറയത്ത് പ്രാണപ്രതീക്ഷയിൽ പാവം പിടിച്ച അർജുൻ അല്ലായിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു മന്ത്രിപുത്രനോ അവന്റെ ആഡംബരക്കാരോ ആയിരുന്നെങ്കിൽ സംവിധാനങ്ങളെ ഇതാകുമായിരുന്നോ നിങ്ങളുടെ നിലപാട്? പെരുമഴയൊന്നും നനഞ്ഞ മണ്ണൊന്നും സാങ്കേതികത ഞങ്ങളോട് പറയല്ലേ. വെട്ടിമുടിയും പുത്തുമലയും കണ്ടവരാണ്, കവളപ്പാറയും കൂട്ടിക്കലും കണ്ടവരാണ്, മഹാപ്രളയം കണ്ടവരാണ്, ജീവൻ പണയം വെച്ചും പ്രാണൻ കാത്തവരാണ്. കഴിയുന്നില്ലെങ്കിൽ മാറി നിൽക്ക്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കൂടപ്പുറപ്പിന്റെ പ്രാണൻ കാക്കാൻ അത് ബഹുമാനക്കുറവില്ല സാറുമാരെ. സങ്കടത്തിൽ പറയുന്നതാണ്. ചെറിയ പ്രായത്തിൽ പെയിന്റ് പണിയിൽ തുടങ്ങി അച്ഛന്റെ പ്രാരാബ്ദം ഏറ്റെടുത്തവനാണ്. സഹോദരനെ പഠിപ്പിച്ച് ബാങ്ക് ജോലി വാങ്ങിക്കൊടുത്തവനാണ്. സഹോദരിമാരെ പഠിപ്പിച്ചവനാണ്. വീടിന്റെ നട്ടല്ലാണ്. ഏതു മണ്ണാഴത്തിലാണെങ്കിലും അമ്മയും നാടും കാത്തിരിപ്പാണ്. അർജുനെ തീയിൽ കുരുത്തവനെ കരുത്തോടെ കയറിവാ. സംസാരിക്കണ്ടാ? ഇല്ല, നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോടാ, ആരും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഈ ഇപ്പൊ കർണാടക ഗവൺമെന്റ് കുറ്റം പറഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് പുള്ളിയെ കിട്ടിയില്ല ഇതുവരെ തിരിച്ചു തരും. എനിക്ക് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ ഇതെന്ന് പറഞ്ഞാൽ. പക്ഷെ അതിനും അവർക്ക് ന്യായം എന്നല്ല, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളീ പറഞ്ഞല്ലേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് തെരച്ചിൽ അവസാനിപ്പിക്കുക എന്നൊരു പരിപാടി ഇല്ലേ, അതെനിക്ക് കേട്ടപ്പോ എന്തോ പോലെ. പക്ഷെ കേരളത്തിലായിരുന്നെങ്കിൽ ഇത് കുറച്ചൊക്കെ എന്തെങ്കിലും ആൾക്കാർ ഇതിൽ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തേനെ. പക്ഷെ അവര് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ രക്ഷിക്കാൻ ഇറങ്ങുന്നവര് വീണ്ടും ഈ രാത്രിയിൽ വിസിബിലിറ്റി ഇല്ലാതെ അവിടെ നഷ്ടമായി പോയാൽ അതും കർണാടക ഗവൺമെന്റിന്റെ തലയിൽ വരും. മനസ്സിലായോ? അതാണ് വേറൊരു പ്രശ്നം.
ഇപ്പം നമ്മൾ കേരളത്തിലുള്ളവരെ അവിടെ അനുവദിക്കാൻ പറയുന്നു, രക്ഷിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാൻ പറയുന്നു. നമ്മളവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോകുന്ന ആരെങ്കിലും ആൾക്കാർ ഈ പുഴയിലോ ഇതിനകത്തോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം കർണാടക ഗവൺമെന്റ് പറയണ്ടേ? അതുകൊണ്ടാണ് അവരുടെ വേറൊരു സ്ഥാനം. പക്ഷെ ഈ പറയണത് പോലെ തെരച്ചില് കുറച്ച് നേരത്തെ അവസാനിപ്പിച്ചതിൽ എനിക്കും ഭയങ്കര ഒരു വിഷമമുണ്ട്. അത് ഞാൻ കുറേ ദിവസം അപ്ഡേറ്റഡ് ആയിട്ട് രാവിലെ തൊട്ട് കുത്തിയിരുന്ന്, ഞാനൊന്നും ആയിരിക്കത്തില്ല, കേരളത്തിലെ ഭൂരിപക്ഷം മലയാളികളും രാവിലെ എണ്ണീറ്റ് വരുമ്പോൾ ആദ്യം നോക്കുന്നത് ദൈവമേ ഇന്ന് അർജുനെ കണ്ടുകിട്ടിയെന്നുള്ള ന്യൂസ് ആയിരിക്കണേ കാണുന്നത് എന്ന് ആയിരിക്കണം. ഞാൻ ആദ്യം എണ്ണീറ്റ് യൂട്യൂബ് നോക്കുന്നതായിരുന്നു കുറച്ച് ദിവസം. ഞാൻ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ സാധാരണ റീൽസ് കണ്ടുകൊണ്ടൊക്കെ ആയിരുന്നു ഫുഡ് കഴിക്കുന്നത്. പിന്നെ അത് വാർത്ത കണ്ടുകൊണ്ടായി. ഒരു 5-6 ദിവസം, അതായത് ഒരു 10 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കിനും എനിക്ക് മനസ്സിലായി ഇനി ഒരു ഹോപ്പ് കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് അന്നേരം മനസ്സിലായത്. അങ്ങോട്ട് ഓടിയിട്ട് നമ്മുടെ ഇതെന്താ ഇങ്ങനെ പൊങ്ങിയിരിക്കാതെ? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എടാ അത് മറ്റേ ബോട്ടിലാണോ? ഒന്നും അല്ല, അത് വേറെ എന്തെങ്കിലും പരിപാടി. അതല്ലടാ, കഴിവേറി അടിച്ച് തിരിക്കണം നിന്നെ. കഴിവേറി കറക്റ്റ് സമയത്ത് വന്നിരുന്നു അവള്. നിന്റെയൊക്കെ മൈൻഡ് ശരിയല്ല കേട്ടോ. നിന്റെയൊക്കെ മൈൻഡേ ശോകമാണ്. അണ്ണന്റെ സപ്പോർട്ട് കൊണ്ട് ഹമ്പിൾ അങ്ങനെ PC എടുത്തു. വിഷയം കിക്ക് ലോഗോ. എടാ കിക്ക് ലോഗോ എന്റെ സ്ട്രീമിലാടാ, കമ്പ്യൂട്ടറിനകത്തല്ല, സ്ക്രീനിലാ എന്റെ. അത് എല്ലായിടത്തും ഉണ്ടാവും. ബുദ്ധിയില്ലാത്തനെ കിക്ക് ലോഗോ ഇൻ PC അങ്ങനെ ഒരുത്തൻ. എമൗണ്ട് അപ്ഡേറ്റ് എന്ന് പറയോ? 3 ലക്ഷം. അത്രയുള്ള ലെറ്റ്സ് ഗോ. ലൈവ് തുടങ്ങി ഇപ്പം 21 മിനിറ്റിൽ 3 ലക്ഷം. ലെറ്റ്സ് ഗോ. നെക്സ്റ്റ് ടാർഗറ്റ് 4. അങ്ങനെ പറയാനില്ലടാ, അങ്ങനെ നമുക്ക് ടാർഗറ്റ് വെക്കണ്ട. എല്ലാവരുടെയും കയ്യിൽ ഉള്ളത് മതി നമുക്ക്. എല്ലാവരുടെയും കയ്യിൽ ഉള്ളത് മതി. എല്ലാവരുടെയും കയ്യിലുള്ളത് മതി. നിങ്ങൾ ഇത്രയും സോംബീസും കൂടെ ചേർന്ന് 3 ലക്ഷം രൂപ എവിടെ അയച്ച? 3 ലക്ഷം. പണ്ടൊക്കെ ആൾക്കാര് നമ്മൾ ആലോചിച്ചാൽ മതി നിങ്ങൾ ഗൈസ്. പണ്ടൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ആൾക്കാർക്ക് അസുഖമൊക്കെ വരുമ്പോ അവരുടെ പോസ്റ്ററും പിടിച്ച് റോഡിൽ പോയിരുന്ന് പാട്ട് പാടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. മനസ്സിലായോ? കുറെ ആൾക്കാരിലൊക്കെ നമുക്ക്. പക്ഷെ ഇപ്പം നമുക്ക് ഈ സോഷ്യൽ മീഡിയ പോലത്തെ ടൂള് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മുടെ നാട്ടിലെ ഒരു ഇഷ്യൂ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും പേര് ഞങ്ങളുടെ കൂടെ നിന്നതിന് ഒരുപാട്, നമ്മൾ TV-യുടെ എല്ലാവരുടെയും കൂടെ നിന്നതിന് ഒരുപാട് താങ്ക് യു. ഇന്ന് ഇത്രയും പേര്, ഇന്ന് TV-യിൽ എല്ലാവരും ഞങ്ങൾ VC-യിൽ വിളിച്ചതിൻ്റെ ഒരു മെയിൻ കാര്യം അതാണ് ഗൈസ്. ഇവർ ഇത്രയും പേരും ഇവിടെ ഇരിക്കുന്നത്, ഞാനിപ്പോൾ എൻ്റെ ലൈവ് ആണെങ്കിലും നമ്മൾ TV-യെ റെപ്രസെന്റ് ചെയ്താണ് ഈ ഒരു സാധനം ചെയ്യുന്നത്. കാരണം അവരാരും ലൈവ് ഇടാതെ, അവരൊന്നും വേറെ ഒന്നിലും എൻഗേജ് ആവാതെ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് താങ്ക് യു സോ മച്ച്, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങളെ കൊണ്ട് സ്ക്രീനിൽ അപ്ഡേറ്റ് ചെയ്യണ, സ്ക്രീനിൽ അപ്ഡേറ്റ് ചെയ്യാനല്ലേ? ഓക്കെ. അതിന്റെ ഇപ്പുറത്ത് ഇങ്ങനെ ഈ എമൗണ്ടിന്റെ കൂടെ ജസ്റ്റ് കൂടി ഇട്ടിരുന്നതല്ലേ, ഫണ്ട് കളക്റ്റഡ് എന്ന് ഇട്ടിരുന്ന, എമൗണ്ട് കളക്റ്റഡ് എന്ന് ഇട്ടാ മനസ്സിലാവൂടാ. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാലേ പെട്ടെന്ന് മനസ്സിലാവൂല കേട്ടാടാ. ഓക്കെ അങ്ങനെ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. 3 ലക്ഷം. അണ്ണാ ഇങ്ങനെയാണോ ക്യൂട്ട്?
എടാ, പോടാ. എടാ, ഞാൻ streaming channel ഒക്കെ സ്വന്തമായിട്ട് എടുക്കണം, മനസ്സിലായോ? എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞ സത്യം പറഞ്ഞാൽ മടിയുള്ള ഒരുത്തനായിരുന്നു ഞാൻ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ആരെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെങ്കിലും തന്നാ മതി എന്ന് ആലോചിക്കണം. സത്യം പറയാലോ, ആ അഹങ്കാരമുള്ള കാര്യം ഞാൻ സത്യം പറയാണ്. എന്റെ ഓർമ്മയുണ്ടോ ഒരു ചിക്കൻ കറി വെക്കാൻ വേണ്ടി അടുക്കള കയറി ആ കോവിഡ് സമയം? സത്യം അയ്യോ ഗൈസ്, ഇവിടെ ഇപ്പൊ ഒരു നേരം ഫുഡ് ഓർഡർ ചെയ്താൽ എങ്ങനെ, ഇപ്പൊ ഒരു ബിരിയാണി ആക്കിയോട്ടെ. ഇവിടുത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഇവിടെ ബിരിയാണിക്ക് 20 ദിർഹംസും വാട്ടർമെലൻ ജ്യൂസിന് 15 ദിർഹംസും ആണ്. അതാണ് ഇവിടെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. 15 ദിർഹംസ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ 300-350 രൂപ. വാട്ടർമെലൻ ജ്യൂസ് കുടിക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. 15 ദിർഹംസ് കൊടുക്കണം. എന്റെ റീൽസ് പറയടാ നീയൊക്കെ. സത്യമായിട്ടോ, അതാ ഉള്ള കാര്യ. ഇല്ലത്തിപ്പോ പുതിയ പരിപാടി തുടങ്ങി, ഗോൾഡ് ബിസിനസ്. പുതിയ കടയിലൊക്കെ പുതിയ വീഡിയോ അയ്യോ. അപ്പൊ ഗൈസ്, അപ്പം എല്ലാരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന എമൗണ്ട് അയക്കുക. അക്കൗണ്ട് നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്, GPay നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ഇത് ചെയ്യുക. എടാ ഞാൻ വേറെ കാര്യം പറയാം കേട്ടാ. ഈ പൂച്ചക്കുട്ടി നിന്റെ അടുത്ത് ഈ 3 ലക്ഷം രൂപ വന്നതുകൊണ്ട് എന്താ എൻക്വയറി ഉണ്ടാവും, ബാങ്കിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടാവും. അപ്പൊ അവരോട് പറഞ്ഞാൽ മതി ഇത് ഇങ്ങനത്തെ ഒരു സോഴ്സിന് വേണ്ടിയിട്ടാണ് അത് വിഡ്രോ ചെയ്യണത് എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് എന്തെങ്കിലും എടുത്തു വെക്കണം കേട്ടാ നീ. അല്ലെങ്കിൽ ടാക്സിന്റെയും അതിന്റെയൊക്കെ ഇഷ്യൂസ് വരും. ബെറ്റർ വൈഫ് ബെറ്റർ. എടുത്ത് പറഞ്ഞു തന്നായി. ലൈവിലുണ്ട്, അവൾ ലൈവിലുണ്ട്. ഈ ഗൾഫിലൊക്കെ ആളെ റീൽസിലൊക്കെ ആക്റ്റീവ് ആയിട്ടാ. 34 അടുത്ത ഗ്യാങ് ഹൗസിന്റെ വെളിയിൽ നിന്നിട്ട് ഗ്യാങ് ഹൗസിലേക്ക് അടിക്കുന്നു. പക്ഷെ തലവതിനെ കൊന്നു, ഫൈറ്റ് ആയി. ചോറോനെ ഇടിച്ചു കൊന്നു. എടുത്തോണ്ടാക്കി സ്റ്റീവ് എടുത്തോനോ ഡൗണാക്കി, എടുത്തോനോ ഡൗണാക്കി, 7 അടുത്തമാരെല്ലാം ഡൗണ്. ഇനി നമ്മൾ അടിക്കും എല്ലാം. ഇനി ഗൺ ഫൈറ്റ് സിറ്റുവേഷനിൽ ഇറങ്ങുന്നില്ല എന്നുള്ള പരാതി അങ്ങ് വീട്ടു. സ്നൈപ്പർ രാമഭദ്രനെ അടിച്ചു. സ്നൈപ്പ് എടുത്ത് അടിച്ചു. എന്താ 15 versus 15 ഇന്നലെ TV 2 ഡൗൺ, അവന്മാര് 13 ഡൗൺ. നമ്മൾ ഓൾമോസ്റ്റ് ഫോക്കസ് ചെയ്തു. സാധനം കേട്ടോണ്ടാ, ഇതിനുള്ള ഗ്യാങ് ആള് ഒന്നുണ്ടായാലും ഉള്ളിൽ ഇടിച്ചില്ല കേട്ടാ. നമ്മൾ ഫസ്റ്റ് പിക്ക് ഇടിച്ചല്ലായിരുന്നു. അല്ല, ഇവന്മാർക്ക് വല്ലാത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞുണ്ടല്ലോ എന്താ, ഓസി സിറ്റുവേഷൻ ട്രിഗർ ആയ ഉടനെ ഓസി പറയുന്ന ഒരു വല്ലാത്ത സുഖമുണ്ട്. അത് വാർച്ചല്ല, അതൊരു തന്തയിലായ്മയായിരുന്നു. അതിനാണ് കൊടുത്തത് ഇന്നലെ അതിനാണ് കൊടുത്തത്. ഈ സോങ് ഒന്ന് പാടാമോ ജഡ്ജ്? ഹേ എനിവൺ സിംഗ് എ സോങ് ഫോർ യുവർ മദർ. സിന്ദൂര പൊട്ടു തൊടുമ്പോൾ നെറ്റിയിലെന്നും സൂര്യൻ ഇത് എന്നത്തെ വാറാണ്? ഇന്നലെ രാത്രിയിൽ, ഇന്നലെ ഞങ്ങളുടെ POV ഞങ്ങൾ ഇപ്പൊ കാണിക്കുന്നില്ല ഗൈസ്. ഇന്നലെ വിളിച്ച് ഉറക്കി അവനെയൊക്കെ ഇന്നലെയൊക്കെ. ഇപ്പൊ കാണിക്കുന്നില്ല ഗൈസ്, POV ഇപ്പൊ കാണിക്കുന്നില്ല. പക്ഷെ നമ്മളൊരു സാധനം ഇടാം, സെറ്റ് ചില കാര്യങ്ങൾ പിന്നത്തേക്ക്. ഇനി ഞങ്ങൾ പറഞ്ഞില്ല പിന്നത്തേക്ക് മാറ്റുന്ന പരിപാടിയില്ല. സുനിമോനെ സ്നൈപ്പ് ഇപ്പോഴും POV വെച്ചിട്ടില്ല. സ്നൈപ്പിന്റെ POV വേഗം മേടിക്കും. സ്നൈപ്പ് ഇവിടെ ഇല്ല. ഓ, ഇന്ന് സ്റ്റീവിന്റെ അമ്മയുടെ ബർത്ത്ഡേ ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. എന്റെ ചാറ്റ് ടിവിയുടെ ചാറ്റിൽ അവൻ ഇട്ടിട്ടുണ്ടാ POV. The future of education. You should also be able to draw a graph which shows what happens when I applied impetus to the bob of the pendulum, and then you can see the roughly sinusoidal wave which ensues.
ഇത് എന്തിലാടാ പുള്ളി വരയ്ക്കുന്നേ സ്ക്രീനിലോ? As a result, ഇങ്ങനൊക്കെ വരുമായിരിക്കണ. if I want to teach you about an animated character, I should be able to draw a very fat character, or I should be able to draw the same character as very skinny. And you should be able to see, based on this, how the character movement is affected by its shape. എന്റെ അമ്മോ. If I want to teach you about three-dimensional rotation, I should be able to draw an object and apply various properties to that object, for example, color, and then drop that object into a coordinate system. എടാ എനിക്ക് തോന്നുന്നു അതായത് സാറിന്റെ POV ഉണ്ടല്ലോ, അതായത് മറ്റേ ഗൂഗിൾ മീറ്റിലൊക്കെ ഷെയർ സ്ക്രീനിലാണ് ഇത് ചെയ്യുന്നത്. Which could either be a two-dimensional coordinate system or it could be a three-dimensional coordinate system. എന്റെ ആളിയാ. ഗൈസ് നിങ്ങൾ മറ്റേ ഇത് കണ്ടായിരുന്നോ? എടാ ബാബു അതറിഞ്ഞായിരുന്നു നീ? മറ്റേ 35,000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഡോക്ടർ സർജറി ചെയ്ത് സക്സസ് ആക്കിയത് AI വെച്ച്. എടാ റോബോട്ടിക് ക്യാം, അതായത് നിനക്കിപ്പോ അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ അതായത് പുള്ളി വിർച്വൽ റിയാലിറ്റി ക്യാമറ വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഇത് ചൈനയിലല്ലേ ഗൈസ്? അത് ചൈനയില് അതായത് നിനക്കിപ്പം അത് ഇനി ഉടനെ ഇംപ്ലിമെന്റ് ആവുന്നെന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് ഗൈസ് ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇപ്പം വെളിയിലത്തുള്ള ഡോക്ടേഴ്സിന്റെയോ അല്ലെങ്കിൽ അവരുടെയൊക്കെ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ഇനി അവരെ അവിടെ കൊണ്ടുപോകണ്ട. ഈ VR വെച്ച് ഇതിന്റെ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആളെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക. നമ്മൾക്ക് ഇപ്പൊ ചൈനയിലുള്ള ഡോക്ടറെങ്കിൽ ചൈനയില്, അമേരിക്കയിലുള്ള ഡോക്ടറെങ്കിൽ അമേരിക്കയിൽ അവരുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുക, സർജറിക്ക് വരിക, കിടന്നു കൊടുക്കുക, സർജറി. മറ്റേ അവരുടെ കൈ അനങ്ങുന്ന അനുസരിച്ച് റോബോട്ടിക് ക്യാം ഇവിടെ അനങ്ങും. അതെ. ഫണ്ടിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. ലൈവ് ചാറ്റില് ഇപ്പൊ ഇരിക്കുന്നതിന്റെ ചാറ്റില്. ലൈവ് ചാറ്റില്. സോ ഗൈസ് ഇത് 3,11,652 ആയിട്ടുണ്ട്. 3,11,652. സോ നിങ്ങളെ പോയിക്കൊണ്ട് പറ്റുന്ന എമൗണ്ടുകൾ ദയവേത് അയക്കുക പ്ലീസ്, ദയവേത് അയക്കുക. നിങ്ങളെ കൊണ്ട് എത്രയൊക്കെ പറ്റുമോ അത്രയൊക്കെ. ഒരുപാടൊന്നും ഞാൻ ചോദിക്കുന്നില്ല. 14,000 പേര് ഇവിടെ ലൈവ് കാണുന്നുണ്ട്. നിങ്ങളൊക്കെ ചെറിയ എമൗണ്ട് വെച്ച് അയച്ചാൽ പോലും 10-20 വെച്ച് അയച്ചാൽ പോലും നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും. പറ്റുന്ന എമൗണ്ട് പ്ലീസ് ദയവേത് അയക്കുക. ഓക്കെ, 3,00,000 ഒന്നും വിചാരിക്കുന്നു വേണ്ട. അതെ. നിങ്ങൾ 5 രൂപ അയച്ചാൽ 2 രൂപ വിചാരിക്കണ്ട, അങ്ങനെ ഒന്നും വിചാരിക്കണ്ട ഗൈസ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത് 1 ആണേലും 2 ആണേലും നമ്മളെല്ലാരും കൂടി ഒന്നിച്ചു കൊടുക്കണത് ഇത്രയൊക്കെ ചിന്തിച്ചാൽ മതി. അതെ, എല്ലാരും കൂടെ ഒരുമിച്ച് കൊടുക്കുകയാണെന്നുള്ള രീതിയിൽ അങ്ങ് കൺസിഡർ ചെയ്താൽ മതി ഗൈസ്. 3,18,000 രൂപ. അടുത്ത വൈറ്റ് ട്രോൾസ് എവിടെയായിരുന്നു? ഷെടാ അത് ഏറ്റവും താഴെ പോയോ ചാറ്റ് എടുത്തപ്പം? അമ്മക്ക് പൊന്നുണ്ണി എന്നും പൊന്നുണ്ണി. അയ്യോ അതിന്റെ മോളിൽ Where is Rashid? You are Rashid? Yeah. Show me the most expensive comic book which you have. I want to buy it right now. എക്സ്പെൻസീവ് കോമിക് ബുക്കോ? What's your budget? Open budget. Are you sure open budget? 100%. Show me what you have. Come. കോമിക് ബുക്ക് ഒക്കെ എല്ലാത്തിനും. This is my vault. വോൾട്ടോ? And everything in here is priceless. A copy of Superman #1 recently sold for $5.2 million. 5.2 million. ഒറ്റ പീസ് ഇനി ബാക്കിയുള്ളു. അതെന്നാ ഇത് കൊമിക് ഫാൻസ് ഭയങ്കര ഇതല്ലേ അണ്ണാ, ഭയങ്കര. $5.2 million 40 കോടിയോ 50 കോടി? അത്ര പ്രാന്തമുള്ളവനായിരിക്കും അണ്ണാ. പക്ഷെ ഇങ്ങനെ ഇത് കൊടുക്കൂലോ, ഈ ചില്ലും കുട്ടി ഇട്ടൊന്നും ഇങ്ങനെ കൊടുക്കൂലോ. 50 കോടിയോ? ഇതൊക്കെ മനസ്സിലായില്ലേ? ഫസ്റ്റ് റിലീസായ പോയി കാണൂല. ഫസ്റ്റ് കോപ്പിയാണ്. ഓക്കെ. Everything here is priceless. The most expensive comic that I have, and it's not for sale for any price, is this one. A guy offered me about $10 million for this. I didn't sell it. It's the only one in the world signed by both the creators of Superman. Graded. Which one do you want to buy? This one or that one? You have something in the budget of 10 dirham, 20 dirham. 50 ലക്ഷം അല്ലേന്നോ? എടാ 1 മില്യൺ എന്ന് പറഞ്ഞാൽ തന്നെ 10 ലക്ഷമാ.
അണ്ണാ 1 മില്യൺ ദിർഹംസ് അല്ലേ? $1 മില്യൺ ഡോളറാ. $1 $80 രൂപ. ഡോളർന്നല്ലേ പറഞ്ഞേ? ദിർഹംസ് അല്ല, ഡോളറാണ്. ഇവനാണ് ബർഹം എന്ന് അവസാനം പറഞ്ഞത്. ഇവനാണ് അവസാനം ദിർഹം എന്ന് പറഞ്ഞത്. Of Superman #1 recently sold for $5.2 million. 5.2 million. Recently sold for $5.2 million. കറക്റ്റ് $5.2 million in Indian rupees എത്ര നോക്കിയിട്ട് കൈസ്? ഒരു മിനിറ്റ്. 5 മില്യൺ എന്ന് പറയുന്നത് 41 കോടി. 5.2 million $43 കോടി 55,76,440. 43 കോടി 55,76,440 രൂപ ആ ബുക്കിന്. Everything here is priceless. The most expensive comic that I have, and it's not for sale for any price, is this one. A guy offered me about $10 million for this. I didn't sell it. It's the only one in the world signed by both the creators of Superman. Creative. Which one do you want to buy? This one or that one? You have something in the budget of 10 dirham, 20 dirham. 10 outside. Let's go. Do we സത്യം പുറത്ത് വേറെന്തോ have anything in the budget of 10 or 20 dirhams? 10, 20 we don't have currently, but take anyone you want. Okay, here. Maybe this Iron Man. How much? Free for you. No problem. Just be humble. ഞാനും പോണ നാളെ വീഡിയോ എടുക്കാൻ. ഞാൻ ഇവിടെ യൂറിയിലുള്ള കട. ഞാൻ നാളെ വീഡിയോ എടുക്കാൻ പോണ കേട്ടാ. വെരി ഹംബിൾ. അല്ല ഒരു ബുക്കൊക്കെ മോട്ടിച്ചാലും പഠിക്കാൻ വേണ്ടിയാന്നൊക്കെ പറഞ്ഞാൽ മതി അങ്ങോട്ട്. വെരി ഹംബിൾ. നൈസ് ബ്രോ, നൈസ്. കൊള്ളാം. കുഞ്ഞുമോനെ, ആരുമില്ലാത്ത ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ദേവൂട്ടി ഗോപിനാഥൻ നായർ. ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമെങ്കിൽ അറിയിക്കണം. എന്റെ വൈഫ് റെഡിയാണ്. ആരുമില്ലാത്തൊരു കുട്ടിയെ ഞാൻ അഡോപ്റ്റ് ചെയ്തോളാം. ഞാൻ ഭയങ്കര ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ ഒരാളല്ല. ബട്ട് ആ കുട്ടിയെ ഞങ്ങളുടെ ഫാമിലി നോക്കിക്കോളാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് പ്ലീസ്. അഡോപ്റ്റ് ചെയ്യാൻ സാമ്പത്തിക ഒരു പ്രശ്നമല്ലെങ്കിൽ ആരുമില്ലാത്തൊരു കുഞ്ഞിന് അമ്മയാകാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് 4 വയസ്സുള്ള ഒരു മോനുണ്ട്. അവന്റെ കൂടെ വളർത്തിക്കോളാം. എന്റെ പൊന്നോ. ഉപ്പയമ്മയെ നഷ്ടപ്പെട്ട ചെറിയ കുട്ടിയുണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ തയ്യാറാണ്. കൈക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അമ്മയെ വളർത്താൻ തയ്യാറാണ്. ഞാനും തയ്യാറാണ്. ഉപ്പയമ്മ ഇല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കുക ഒരാളെ. The real Kerala story. എന്റെ പൊന്നോ. ഇതൊക്കെ കാണുമ്പോഴാണ് ജനിച്ച കുഞ്ഞിനെ ഫ്ലാറ്റിൽ നിറഞ്ഞു കൊല്ലുന്ന ഞാൻ പേര് പറയാൻ പാടില്ല. വിക്ടിം പേര് പറയാൻ പാടില്ല. അതൊരു വിക്ടിം ആയതുകൊണ്ട് പേര് പറയാൻ പാടില്ല നമ്മുടെ നാട്ടില്. സെയിം ബട്ട് ഡിഫറെന്റ്. 12,189 പ്ലസ് 1 ഞാനിവിടെ ചേർത്ത് നോക്കി 12,200 പേര്. അല്ല 12,190 പേര്. എവിടെയോ കണ്ടു മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ആള് താഴെ പറയണം കേട്ടോ. 39,043 ചില സമയത്ത് നമ്മള് ബ്ലാങ്ക് ഔട്ട് ആവാണ് ലൈവിൽ. അത് സത്യമാണ്. നിങ്ങൾ ഇത്രയും പേരുടെ മുമ്പിൽ ഇത് സംസാരിക്കുമല്ലേ നമ്മള്. അപ്പൊ നമ്മള് പെട്ടെന്ന് ഓർക്കൂല. അത് ബ്ലാങ്ക് ഔട്ട് ആവുന്നത്. 39,000 ഇതെന്ത് അല്ലല്ലോ ഞാൻ പഠിച്ച കണക്ക്. അതെ. അടുത്ത സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് വന്നാ സ്ക്രീൻഷോട്ട് നോക്കട്ടെ. ഒരു സെക്കൻഡ്. കേട്ടോ.
3,60,000. Guys, ഇത് നമുക്ക് we can make it 4 lakh. We can make it 4 lakh. We can make it 4 lakh. Guys, come on. Let's go. Guys, വെറും 49,500 രൂപയുടെ മതി. 49,439 രൂപയും കൂടെ ഉണ്ടെങ്കിൽ 4 ലക്ഷം. Guys, come on. Let's go. നിങ്ങളുടെ ബ്രദറോ സിസ്റ്റേഴ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഈ ഒരു കോസ്റ്റിന്റെ കാര്യം പറയപ്പോ പുറത്തൊക്കെ ചേട്ടന്മാരോ അങ്ങനെ ആരൊക്കെ റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ ഉള്ളടത്ത് നിങ്ങൾ പറഞ്ഞ ഇങ്ങനത്തെ ഒരു കാര്യമാണ് നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പിലേക്കൊക്കെ അങ്ങ് പറയാ. ഭയങ്കര ഇങ്ങനെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ പേരുടെ മുമ്പ് വെച്ചും കൂടിയാണ് ചെയ്യുന്നത്. പറ്റുന്നത് പോലെ ചെയ്യുക ഗൈസ്. കാരണം നമ്മൾ അല്ലെങ്കിൽ ചിലപ്പോ നമ്മളെ മനസ്സിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്കൊന്നും പറ്റത്തില്ല എന്നൊരു തോന്നൽ കാരണം നമ്മൾ ചിലപ്പോൾ മടിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരു വട്ടം ഒന്ന് ഇതിന് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ ചോദിക്കുകയോ ചെയ്താൽ തന്നെ ചിലപ്പോൾ ഇതിൽ പകുതി പേർക്ക് അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും കിട്ടിയാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ ബ്രദേഴ്സോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തും കൂടി ഇത് കാര്യം ഒന്ന് പറയുക. എന്നിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അവരെ കൊണ്ടൊക്കെ കൂടി ചെയ്യിക്കുക ഗൈസ്. ആരും എല്ലാവരും പറഞ്ഞിട്ട് മാത്രം മതി, അല്ലാണ്ട് ആരും ചെയ്യണ്ട. പറഞ്ഞ് അവരുടെ സമ്മതത്തോടു കൂടി പറ്റുന്നതാണെങ്കിൽ അവരെ കൊണ്ടും കൂടിയൊക്കെ നിങ്ങൾ ചെയ്യുക ഗൈസ്. നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നല്ലൊരു സഹായം നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ഇതിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക ഗൈസ്. ഓക്കെ എടാ, നീ സ്ക്രീൻഷോട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി. എടാ ചാറ്റിൽ പറയണ്ട, അതാണ് നല്ലത്. അപ്പൊ എല്ലാവർക്കും വിത്ത് പ്രൂഫ് അന്നേരം കാണിച്ചു കൊടുക്കാമല്ലോ. ലെറ്റ്സ് ഗോ. എന്തോടാ വോയിസ് കട്ടോ, അതാ ഞാൻ സ്ക്രീൻഷോട്ട്. ഓക്കെ. അണ്ണനും സിറ്റി ട്രെയിനല്ല. അവസ്ഥ ഇതാണിപ്പോ. എന്റെ ആളിയാ, അത് ആക്യുറേറ്റ് സാധനമാണ് കേട്ടോ. എനിക്ക് നല്ലതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നൈസ് അല്ലേ അണ്ണ? ദ ആർട്ടിസ്റ്റ് ലൈക്സ് ടു പ്ലേ വിത്ത് ഷാഡോ. ഇത് വിഷയമാണ്. അത് കണ്ടോ, അതാണ് ഏറ്റവും ആക്യുറേറ്റ്. ഇത് വിഷയം. മോനെ സാധനം നോക്കല്ലേ. വിഷയം ബ്രോ. എന്താണ് പാർട്ടിക്കെതിരായതുകൊണ്ടാണോ അക്കൗണ്ട് ത്രൂ അവരുടെ? എടാ ഞാനൊരു കാര്യം പറയാം. ഞങ്ങളിവിടെ ഒരു കൂട്ടം മനുഷ്യന്മാർ ആണ്. കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു കൂട്ടം മനുഷ്യന്മാരെന്ന് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഞങ്ങൾക്കിടയിൽ മതമില്ല, ജാതിയില്ല, പാർട്ടിയില്ല, ഒന്നുമില്ല. ഞങ്ങളിത് ചെയ്യുന്നത് ഒരു കൂട്ടം ആൾക്കാർ, മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ കൂടെ നമ്മുടെ സഹോദരിമാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. പാർട്ടിയെ പറ്റി യാതൊരുവിധ ഇൻവോൾവ്മെന്റും ഞങ്ങൾക്കില്ല. ഒരാളെ ഇഷ്ടമല്ലാഴികയില്ല. എനിക്കറിയാം ഇവിടുത്തെ ഗവൺമെന്റ് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഉള്ളത്. വൺസ് അഗൈൻ ഞാനത് പറയുവാണ്. ആ ഗവൺമെന്റിന് വിത്ത് ഓൾ റെസ്പെക്ട് തന്നെയാണ് നമ്മൾ ഈ ഫണ്ട് കളക്ഷൻ ചെയ്യുന്നത്. ഇത് ഏറ്റവും അവസാനം കളക്ട് ചെയ്തതിന് ശേഷം ഇത് ഏത് സോഴ്സിൽ കൊടുക്കുമെന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ കൊടുത്തോളാം. അത് ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യണോ, ആരുടെ ഡിസോർഡ് ആയിട്ടുള്ള ആൾക്കാണോ, അല്ലെങ്കിൽ അത് ഇനിയിപ്പോൾ ഗവൺമെന്റ് സോഴ്സ് വഴിയാണോ എന്നുള്ളത് ഞങ്ങൾ പറയാം. തൽക്കാലം നമ്മുടെ ചാറ്റിൽ
മതം, ജാതി, പാർട്ടി ഒന്നും വേണ്ട. അത്ര എനിക്ക് പിന്നെ പറയാം. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ കേസ് നിങ്ങൾക്ക് ഗവൺമെന്റ് ത്രൂ അങ്ങനെ ചെയ്യണമെന്നുള്ള അങ്ങനെ ചെയ്യാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾക്ക് നമ്മളൊരാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ കൊണ്ട് ഇത്രയും ചെയ്തു, നമുക്ക് ഒരു ആസ് എ ഗെയിമേഴ്സ് നമ്മൾ ഇത്രയും പേര് നമുക്ക് ഇതിനു വേണ്ടി നമ്മളെ ലൈവ് കാണുന്നവര് നമ്മൾ ഇത്രയും പേര് നമ്മൾ ലൈവ് കാണുന്ന ഇത്രയും പേരും കൂടി നമുക്ക് നമ്മൾ ഒരു എഫേർട്ട് ഇട്ട് ഇത്രയും ചെയ്യാൻ പറ്റി എന്നൊരു നമുക്കൊരു സന്തോഷം വരുമല്ലോ, നമുക്ക് ഇതിനു വേണ്ടി ഒരു സാറ്റിസ്ഫാക്ഷൻ വരുമല്ലോ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ചെയ്തു. കാരണം നമുക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതായിരിക്കും. അത് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കേസ് ഇപ്പൊ പറ്റുന്നത്, മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ഒരു സ്ട്രീമർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ചെയ്യാൻ പറ്റുന്നത്, ഇതിനു വേണ്ടിയിട്ടൊരു ഹെൽപ്പ്. അപ്പൊ അതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. അല്ലാതെ ഗവൺമെന്റ് ത്രൂ ചെയ്യുന്നത് അതിനൊന്നും ഒരു സീനും ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെയൊന്നും ഇവിടെ ആ ഒരു ടോപ്പിക്കേ കൊണ്ടുവരണ്ട കേസ്. അതും വെറുതെ വേണ്ടാത്ത വേറെ ടോപ്പിക്കുകളാണ്, അതൊന്നും ഇവിടെ കൊണ്ടുവരണ്ട. അത്രേ ഉള്ളൂ. മനുഷ്യരാണ്, അപ്പൊ ആ രീതി കണ്ടാൽ ഇത് മനുഷ്യന്റെ ഒരു കാര്യത്തിന് മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറം ഒന്നുമില്ല. അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടാൽ മതി കേസ് എല്ലാരും. തിരിഞ്ഞു പോലും നോക്കാണ്ട് എന്ത് റിയാക്ഷൻ ടൈം ആണത്? കണ്ട പുള്ളി ശരിക്കും കിളി പോയിരിക്കണം. ഇത് കണ്ട, ഇത് നോക്ക്, ഈ പുള്ളി നോക്കണ്ട, നിനക്ക് ഇതെല്ലാം നോക്കിക്കോണ. പുള്ളിക്ക് സ്റ്റാൻസ് ഒന്നും മറ്റേ മരണം മുമ്പിൽ കാണാന്നൊക്കെ പറയൂലേ, ആ you can't see the God directly, but you can see God in the form of people. Hello. നെക്സ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. നോക്കട്ടെ. വന്നിട്ടില്ലല്ലോ. Let's go, 4 ലക്ഷം രൂപ. ഒരു മണിക്കൂർ 48 മിനിറ്റ് കൊണ്ട് 4 ലക്ഷം രൂപ. എന്റെ പൊന്നോ, താങ്ക് യു സോ മച്ച് ഗൈസ്. മീൻസ് എ ലോട്ട് ഗൈസ്. 4 ലക്ഷം. ഇതില് 1 രൂപ തൊട്ട് നിങ്ങൾ എത്ര ഹയസ്റ്റ് എമൗണ്ട് അയച്ചോ അവർക്ക് എല്ലാവർക്കും റെസ്പെക്ട് ഗൈസ്, റെസ്പെക്ട്. സീരിയസ്ലി മീൻസ് എ ലോട്ട്. ഞങ്ങളുടെ സൈഡിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ എടുക്കുന്ന ഈ 1 രൂപ കൊണ്ട് അവർക്കൊരു കാര്യത്തിന് അത് ഉപകാരപ്പെടുമ്പോൾ ഉള്ള അവരുടെ ഒരു സന്തോഷം എത്ര ഇതായിരിക്കും. അവര് ഈ ഒരു ആരും ഇല്ലാത്തൊരു സമയത്ത് അവർക്ക് അതൊരു ഭയങ്കര ഒരു താങ്ങായിരിക്കും സത്യം പറഞ്ഞാൽ. പക്ഷെ കാശില്ലാതിരിക്കുന്ന അവസ്ഥ എല്ലാവരുടെയും വീട്ടിൽ ഒരു കൊല്ലെങ്കിലും വന്നിട്ടുള്ളതായിരിക്കും. നമ്മൾ ഒന്നിനും നമുക്കൊരു കാര്യത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ കാശ് ആവശ്യമുള്ള സമയത്ത് ഒന്നും ഇല്ലാത്തൊരു സമയം വന്നായിരിക്കും. അപ്പം അതിലും ഭയങ്കര മോശപ്പെട്ടൊരു അവസ്ഥയാണ് ഇപ്പോൾ. ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് ഈ ഓരോ രൂപയും അവർക്ക് ഓരോ രീതിയിൽ ഹെൽപ്പ് ആകുമ്പോഴത്തേക്കുള്ളൊരു സന്തോഷമുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ എന്നും നിങ്ങൾക്ക് അതൊരു ഇതിനും വലിയ മോശപ്പെട്ട അവസ്ഥ വരത്തില്ല ഗൈസ്. വരത്തില്ല. നിങ്ങൾക്ക് ഈ ചെയ്യുന്നതിനുള്ളത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഗൈസ് നിങ്ങൾക്ക് എല്ലാവരുടെ ലൈഫിലും സത്യം മാത്രം 1 രൂപ തന്നവർക്കും ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ഉണ്ടാവും. നിങ്ങളൊക്കെ സോംബീസ് എന്ന് വിളിക്കുന്നു. എന്റെ അമ്മോ, മീൻസ് എ ലോട്ട്. എപ്പോഴും പറയാണ്, നമുക്ക് എത്ര കൊടുത്താലും സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് വന്നൊരു എമൗണ്ട്, ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് 1 ലക്ഷം രൂപ എന്നാണ്. പക്ഷെ നമ്മൾ 15 മിനിറ്റിലാണ് 1 ലക്ഷം രൂപ അടിച്ചത്. അപ്പൊ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റിയാലും സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും ഡൊണേറ്റ് ചെയ്യാം. ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ UPI എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന എമൗണ്ടുകൾ പ്ലീസ് ഡൊണേറ്റ്. അപ്ഡേറ്റ് ആക്കാം. 4 lakh plus fund collected. Thank you so much. That moment. This wish though. ஊரு ஒன்ன மேல தூக்கி வைக்கும், 2 மாட்டு வைக்கும், விட்டு வாடி ராசாத்தி.
ചന്ദ്രമാമൻ ചന്ദ്രൻ കാണും. അവനെന്ന് ഓൾറെഡി പറഞ്ഞാൽ കേസ് അവൻ പുറത്തു പോയേക്കുക. ചന്ദ്രൻ ഇന്ന് അവന്റെ ബർത്ത്ഡേ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് പുറത്തു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ വരാത്തത്. ഒരു സ്നേഹം അവന്റെ ഇത് എല്ലാവരും ഉണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടെ പുറത്തു പോയേക്കും. അതുകൊണ്ട് അവൻ വരത്തില്ലെന്ന് ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞിട്ടാ പോയത്. അണ്ടർസ്ക്വയർ മാർക്ക് ഇസഡ് വേവ് അണ്ടർസ്ക്വയർ വേവ് ഇതെല്ലാം വരച്ചതാണ് നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കണ്ടേ. പൊന്നെ റമീസ് കേക്ക് ഒരു നിമിഷം നന്ദി പറയുന്നു. തക്കുട് വാവ. ഓ വാച്ചിന്റെ ലോഗോ. ഈ ലോഗോ അടിപൊളിയായിട്ട് അവൻ ചെയ്തിട്ടാ. നൈസ് ലോഗോ ആണത്. അത് ഡിലീറ്റ് ആയോ? ജിപേ നമ്പർ തരോ? ജിപേ നമ്പർ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്. മോഡറേറ്റർ സാറിലെ ജിപേ നമ്പർ ഇട്ടു. ഇവിടെ നിക്കോൺ മാർസ് ജിപേ നമ്പർ ഇടുന്നുണ്ട് ബ്രോ. മൈ ഡ്രോയിങ്സ് എങ്ങനെ വരയ്ക്കും? മറ്റേ ഈ ലെൻസ് ഉണ്ടല്ലോ കണ്ണി വെക്കണേ, അത് വെച്ചിട്ടാണ്? എനിക്ക് അറിഞ്ഞൂടാ. ഡീറ്റെയിലിംഗ് നോക്കുക. മറ്റേ വാച്ചിന്റെ ഒക്കെ നിങ്ങൾ നമ്പർ ഇടണ്ട പ്ലീസ്. ചാറ്റിൽ നിങ്ങൾ നമ്പർ ഇടല്ലേ പ്ലീസ് ഗൈസ്. അത് വേറെ കുറെ നിങ്ങൾ നല്ല സെൻസിൽ ഇടുന്നവരുണ്ടാവും. അത് വേറെ ആൾക്കാർ വേറെ രീതിയിൽ എടുക്കും കേട്ടാ. വേറെ അത് ഉപയോഗിക്കുന്ന മൂഞ്ചിക്കണവന്മാരുണ്ടാവും. അവര് മോഡറേറ്റേഴ്സ് ഇട്ടോ. മോഡറേറ്റേഴ്സ് ഇട്ടോളും ഗൈസ്. മോഡറേറ്റേഴ്സ് ഇട്ടോളും. പിന്നെ പോയി എടാ പിന്നെ ഒന്നുകൂടെ ചെയ്തോ. പിന്നെ ക്ലോസ് ചെയ്തോണ്ടാ നിങ്ങക്ക് കാണാത്ത. ഒന്ന് സ്ട്രീം ബാക്ക് തിരിച്ചെടുത്താ വരും. വിഷയം ബ്രോ വിഷയം കലാകാരൻ @_ കല _ കാരൻ _ എങ്ങനെയുണ്ടെന്നാ ഈഗിൾ ബ്രോ സ്കൂൾ ലൈഫ് മിസ് ചെയ്യുന്നു? ഒരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്. ഇത് നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ജീവിതത്തിൽ. അതുകൊണ്ട് എനിക്കിതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. 10ാം ക്ലാസ് വരെ പഠിച്ചതിൽ എനിക്ക് അങ്ങനെ +1 +2 പിന്നെ ഉണ്ട്. ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ കുറച്ച് നാൾ ആ ഒരു കോണ്ടാക്ട് നമ്മൾ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്യും. കുറച്ച് കഴിയുമ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാതാവാതെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ഈഗോ വരും. അവൻ നമ്മളെ ഇത്ര നാൾ കോണ്ടാക്ട് ചെയ്തില്ലല്ലോ. ഈ സെയിം സാധനം ആവാൻ പറ്റിയിട്ടില്ല. അവസ്ഥ നോക്കണേ എന്നാ. പമ്പ് പൊട്ടിത്തെറിക്കുന്നല്ലോ ആണോ? നിർത്താണ്ട് പോയാ ഇല്ല, കാറ് വളച്ചാടുന്ന കേട്ടാ. ഇത് അവൻ ഇത്ര സ്ഥലം ലോറിയാ. അവൻ എന്തോ ഓടിക്കണ ലൈലൻഡാ. അമ്പത്തൂരൊക്കെ ഇങ്ങനെ ഇടങ്ങി. അത് പയ്യന്റെ കൂട്ടുകാരനാണ് കേട്ടാ. അവനോടൊന്നും നോക്കിയപ്പോ അവൻ പണിയൊന്നുമില്ല. ചാരി കസലൊക്കെ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ അവനെ ഒന്ന് എണ്ണിട്ട് ഒന്ന് ഇതാക്കാതൊക്കെ വിചാരിച്ച് ചെയ്തതാണെന്ന് ഹലോ സ്ക്രീൻഷോട്ട് ആ ഫോട്ടോയിൽ നിങ്ങൾ മുകളിലുള്ള നമ്പിയാലും താഴെയുള്ള നമ്പല് അതിന്റെ താഴെ പ്ലെയർ എമ്മി നിന്റെ അച്ഛന്റെ വണ്ടി എണ്ണിട്ട് കൊണ്ടുവരാം. നാട്ടുകാരെ ഊഞ്ചിക്കാൻ ഓരോന്നുണ്ടാക്കി വെച്ചിരിക്കണം അവന്റെ. ഞാനിപ്പോ ഒരു സ്റ്റോറി എടുത്തിട്ടാ കേട്ടോ. നോക്കിയപ്പോഴത്തേക്ക് സൈഡിൽ 1 മിനിറ്റ് ബെറ്റിംഗ്. ഓ മറ്റേ ബെറ്റിംഗ് ആപ്പിന്റെ സാധനം മേളിൽ കൂടി കറങ്ങുന്നത്. ഞാൻ സ്റ്റോറി ഇടാൻ അപ്പോഴത്തേക്ക് അതോടെ ക്യാൻസൽ ചെയ്ത്.
മറ്റേ ഇമോഷണൽ ആയിട്ട് കണ്ടിട്ട് സ്റ്റോറി ഇടാന്ന് പറഞ്ഞെങ്കിലും അതാണ് നോക്കി വിടാൻ വന്നത് സാരം 1 മിനിറ്റ് കറങ്ങുന്ന മോളിൽ എല്ലാത്തിലും ഉണ്ട് അത് 1 മിനിറ്റ്. ആരൊക്കെയോ എനിക്ക് ഞാൻ ഒരാളുടെ മാത്രം പേരെടുത്ത് പറയാൻ ഹിക്കിള് വരുന്നു. ഒരാളുടെ മാത്രമായിട്ട് പേരെടുത്ത് പറയണില്ല. ഗൈസ് സീരിയസ്ലി താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. ആരാണെങ്കിലും ഇത്രയും പെട്ടെന്ന് നമ്മള് ശരിക്കും പറഞ്ഞാൽ എന്റെ കിളി പോയി. ഇപ്പൊ ഈ ഒരു സാധനം 4 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷത്തിൽ എത്തിയ സ്പീഡ് സത്യമായിട്ടും ശരിക്കും ആരൊക്കെയാണേലും താങ്ക് യു സോ മച്ച്. ഇതിന്റെയൊക്കെ നിങ്ങൾ ഈ ചെയ്യുന്നതിന്റെ ഒക്കെ റിട്ടേൺ ബാക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ്. മീൻസ് എ ലോട്ട് ഗൈസ്, മീൻസ് എ ലോട്ട്. 2 മണിക്കൂർ ആയിട്ടില്ല, 1 മണിക്കൂർ 57 മിനിറ്റില് 5 ലക്ഷം. അത് വിശ്വസിച്ച എന്റെ ലൈഫില് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെറിയതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. നമ്മൾ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് മനസ്സിലായി, വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് ഒരു വഴി തുറന്നു തരും സത്യം പറഞ്ഞ ദൈവം. എന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്തതിന്റെ ഒരു ബലമാണോ എന്ന് തോന്നും സത്യം പറഞ്ഞ ലൈഫിൽ. എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് എന്റെ ലൈഫിൽ ഇതുവരെ ഉള്ള സിറ്റുവേഷൻസ് എല്ലാത്തിലും. അപ്പൊ അതേപോലെ പറയാണ് നിങ്ങൾക്കും നിങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് ഇതേപോലെ കാണുക ഉറപ്പായിട്ടും. അത്രേ ഉള്ളൂ. അല്ല ഞാൻ ഒരു എൻ്റെ അടുത്ത് പറയണേ, നമ്മുടെ ലൈവ് ആണെന്ന് എല്ലാം കൊച്ചു പിള്ളേരാണെന്ന് ഒരു പരക്കെ ഒരു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വളരെ കൊച്ചു പിള്ളേർക്ക് ഇത്രയും എമൗണ്ട് ഒക്കെ റേസ് ചെയ്യാൻ പറ്റുമെന്ന്? അവരും ഇതിനകത്ത് കൊച്ചു പിള്ളേർ കാണുന്നുണ്ട്, അവരെ കൊണ്ടാവുന്നത് ഇതിനകത്ത് അയച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ മാഡ് റെസ്പെക്ട് ഗൈസ്. ആരൊക്കെ ആണെങ്കിലും ഇത് അയച്ചത് ഒരുപാട് താങ്ക് യു. മീൻസ് എ ലോട്ട്, മീൻസ് എ ലോട്ട്. നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാൻ വരെ, അതാണ് നല്ലതാടാ. അയ്യോ The epic background music never made. അതല്ല ഇതിന്റെ ഈ സീനല്ലേ മറ്റേ തോറ് വന്നിട്ട് പറയല്ലേ ബ്രിങ് മീ എനിക്ക് വലുതായിട്ട് മനസ്സിലായിട്ട് ഏതാണെന്ന്. ഞാൻ മാറ്റില്ല ഗൈസ്. ഒരു മിനിറ്റ്. ഈ സീനിലാണ് മറ്റേ വരുന്നത് അവഞ്ചേഴ്സ് അസംബിൾ. ലാസ്റ്റിലും ഉണ്ട് മറ്റേ ഇൻഫിനിറ്റി വാറിലാണ് അണ്ണൻ പറഞ്ഞ സീൻ. എൻഡ് ഗെയിമിലാണ് ഞാൻ പറഞ്ഞ സീൻ. സോംബീസ് അസംബിൾ. അതെ. ദിസ് റേസിംഗ് വില്ലൻ സെറ്റപ്പ് ഇത് നമ്മൾ ഓൾറെഡി കണ്ടു. ഇങ്ങനെയുള്ള എടാ ഇത് ചെയ്യരുത് സീരിയസ് ആയിട്ട്. ഇത് തമാശ അല്ല. ഞാൻ ഇത് പറയാം, ഇതില് സന്തോഷം കണ്ടെത്തരുത്. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഇത് തമാശയല്ല. ഇത് ആള് തീരും, പാനിക് അറ്റാക്ക് ഒക്കെ വരും. സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്, ഇത് എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് തമാശയാക്കരുത് കേസ് നിങ്ങളിത്. ഇത് എനിക്ക് പറയുള്ളൂ. കാരണം ഇത് ഭയങ്കര ഇതാണ്. നമുക്ക് എല്ലാവരുടെയും ഒരു പേടിയും ഇതുമൊക്കെ ഓരോരുത്തരും ഹ്യൂമൻ ടു ഹ്യൂമൻ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യരുത്. അതുപോലെ തന്നെയാണ് ഹെൽത്തും പ്രോപ്പർ അല്ലെങ്കിൽ അതുപോലെ തന്നെ അലാറം ഭയങ്കര ഹൈ സൗണ്ടിൽ വെക്കരുത്. റിപ്പീറ്റഡ് ആയിട്ട് അടിച്ചടിച്ച് എണ്ണീക്കുന്ന രീതിയിൽ വെക്കാവോ. അലാമും അതുപോലെയാണ്. നിങ്ങൾ സഡൻ ആയിട്ട് വരെ ഞെട്ടി എണ്ണീക്കുന്ന രീതിയിൽ ആ സാധനം ഒന്നും എടുത്തിട്ട് ഹലോ ചേട്ടാ ക്യാഷിന്റെ റിസീവിന്റെ എമൗണ്ട് ഇതായെന്ന് പറയുന്ന കേട്ട് ലിമിറ്റ് ആയെന്ന് പറഞ്ഞ ചാറ്റിൽ പറയുന്നുണ്ട് ആൾക്കാർ. ലിമിറ്റ് ആയോ പൂച്ചക്കുട്ടി മറ്റേ അക്കൗണ്ട് നിനക്ക് മെസ്സേജ് വന്നാടാ ബാങ്കിന്ന് മെസ്സേജ് വരണമെന്നില്ലടാ.
മെസ്സേജ് മെസ്സേജ് വന്നിട്ടില്ല. ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ അങ്ങനെ അക്കൗണ്ടിൽ അങ്ങനെ എനിക്ക് ഫോൺ പേ എനിക്ക് നന്നായിട്ട് വരുന്നത്, ഫോൺ പേയില് നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പോഴും. ഫോൺ പേയില് ലിമിറ്റ് ഉണ്ടോ? ട്രാൻസാക്ഷൻസിന് ലിമിറ്റ് ഉണ്ടായിരിക്കും. അടുത്ത സ്ക്രീൻഷോട്ട് വന്നോ? എന്റെ 6 ലക്ഷം അടിക്കുകയല്ലേ? അത് ലിമിറ്റ് ആയതുകൊണ്ട് നിന്നാണെന്ന് തോന്നുന്നു. 66,000. 5,66,000. എനിക്ക് പുള്ളിക്കാരെ മെസ്സേജ് അയച്ചിട്ട് ചേട്ടാ എനിക്ക് സ്റ്റില്ല് വന്നോണ്ടിരിക്കുക, ഇതില് ഫോൺ പേയില് വന്നോണ്ടിരിക്കുന്നുണ്ട്. ജിപേയില് വരുന്നില്ല. ഫോൺ പേ ട്രൈ ഫോൺ പേ അല്ല ഒന്ന് ക്ലിയർ ആക്ക. എടാ ജിപേയില് വരുന്നുണ്ടോ ഇപ്പോഴും? ഇല്ലല്ലോ. ജിപേയിലില്ല, ഫോൺ പേയിലായിരുന്നു. ജിപേ ചെയ്യണ്ട, എല്ലാരും ഫോൺ പേ ത്രൂ ചെയ്യുക. ഫോൺ പേ ത്രൂ ചെയ്യുക, ജിപേയില് ചെയ്യരുത്. ഓക്കെ. ആൻഡ് ഗൂഗിൾ പേയിൽ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് വഴി അയക്കാൻ പറ്റും ഗൈസ്. ഇവിടെ അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അജ്മൽ സഭ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ATM കാർഡ് കയ്യിലുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ബെനിഫിഷ്യറി അപ്രൂവും ചെയ്യാം. അങ്ങനെയും കൂടെ ചെയ്ത് നോക്ക്.